ഒരു റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് 4 and 5 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ 4ഉം 5ഉം സ്ക്വയർ ചെയ്യുക, ദെൻ അവർ തമ്മിൽ ആഡ് ചെയ്യുക. സോ ഇക്വേഷൻ 4 നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ E1 plus E2 cos delta whole square is equal to E square cos phi എന്ന് വരും. This is equation number 6. And equation number 5 നെ സ്ക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ E2 square sin square delta is equal to E square sin square phi എന്ന് വരും. That is equation number 7. So equation number 6നെയും 7നെയും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നുണ്ടായിരിക്കുക. ഈ ഒരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാണ് ഈ ഒരു ഇക്വേഷൻ്റെ എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ കോസ് സ്ക്വയർ ഡെൽറ്റ പ്ലസ് 2 E1 E2 കോസ് ഡെൽറ്റ. ദെൻ 7th ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് E2 സ്ക്വയർ സൈൻ സ്ക്വയർ ഡെൽറ്റ എന്ന് വരും. ഇതായിരിക്കും മൊത്തം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നതായിരിക്കും. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് നോക്കുമ്പോൾ E സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ പ്ലസ് E സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ എന്ന് വരും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഒന്നുകൂടെ ഒന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ E1 സ്ക്വയർ പ്ലസ് ഈ E2 സ്ക്വയർ കോസ് സ്ക്വയർ ഡെൽറ്റയിലും E2 സ്ക്വയർ സൈൻ സ്ക്വയർ ഡെൽറ്റയിലും കോമൺ ആയിട്ട് E2 സ്ക്വയർ ഉണ്ട്. സോ E2 സ്ക്വയർ ഓഫ് കോസ് സ്ക്വയർ ഡെൽറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഡെൽറ്റ എന്ന് വരും പ്ലസ് 2E1 E2 കോസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ E സ്ക്വയർ കോമൺ ആണ്. സോ E സ്ക്വയർ ഓഫ് കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്ന് കിട്ടും. ഇതിൽ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ഈക്വൽ ടു E1 square plus E2 square plus 2E1 E2 cos delta is equal to E square. That is the resultant, the amplitude of the resultant wave E is equal to E1 square plus E2 square plus 2E1 E2 cos delta whole raised to half. അല്ല നമുക്ക് റൂട്ട് ഓഫ് E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ പ്ലസ് 2E1 E2 cos ഡെൽറ്റ എന്നും പറയാം. റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇത് നോക്കിയാൽ തന്നെ നമുക്കറിയാം E1 and E2 എന്ന് പറയുന്നത് കമ്പോണൻസ് വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് 2E1 E2 കോസ് ഡെൽറ്റ എന്ന് വരും. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വേവ്സ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർസ് മാത്രമല്ല ഒരു അഡീഷണൽ ടേം കൂടെ വരുന്നുണ്ട്. That is 2E1 E2 cos delta. ഈ ഒരു അഡീഷണൽ ടേം ആണ് ഇൻഡിഫറൻസ് ടേം എന്ന് പറയുന്ന ഇൻഡിഫറൻസ് ടേം. ഈ ഒരു ഇൻഡിഫറൻസ് ടേം ഉള്ള കാരണം കൊണ്ടാണ് അവിടെ ഒരു ഫിനോമിനൻ ഇൻഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഒക്കെ ഉണ്ട്. This term is responsible for the interference phenomenon. Next topic is intensity distribution. Interference നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത് നോക്കാം. സോ നമ്മുടെ കയ്യിലുള്ളത് റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. നമുക്കറിയാം ഇന്റൻസിറ്റി ഓഫ് എ ലൈറ്റ് വേവ് ഇസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 c e സ്ക്വയർ. ഇതിൽ E എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്, എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, c is the velocity of the light wave in vacuum. So in equation, the intensity of light wave is proportional to the square of the amplitude. So
സോ ഈ ഒരു ടേം അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷന് സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷനെ മാറ്റി എഴുതാൻ സാധിക്കും. സോ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് വരും. ദെൻ A1 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേവിന്റെ ഇന്റൻസിറ്റിയുടെ സ്ക്വയർ, ഫസ്റ്റ് വേവിന്റെ ഇന്റൻസിറ്റി പ്ലസ് സെക്കൻഡ് വേവിന്റെ ഇന്റൻസിറ്റി പ്ലസ് E1 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ I1 ആണ്. സോ E1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് I1 ആയിരിക്കും. അതുപോലെ തന്നെ E2 സ്ക്വയർ ഈക്വൽ ടു അല്ല, പ്രൊപ്പോർഷണൽ ആണ് I2. So that we can write E2 is equal to root of I2. So the answer is 2 root of I1 I2 cos delta. This delta is the phase difference between the component waves. So this is the resultant wave in the intensity equation. So we have two waves superimpose the individual intensities നമ്മൾ ആഡ് ചെയ്യാൻ മാത്രമല്ല അതിലൊരു അഡീഷണൽ ടേം കൂടെ വരുന്നുണ്ട്, 2 root of I1 I2 cos delta എന്ന് പറഞ്ഞിട്ട്. സോ ഇതിനെ നമുക്ക് ഇൻഡിഫറൻസ് ടേം എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇൻഡിഫറൻസ് ടേം ഈ ഒരു ടേമാണ് അവിടെ ഒരു ഇൻഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിന ഒക്കെ അറിയാനായിട്ട് കാരണമാവുന്നത്. സോ ഈ ടേമിനെ നമുക്ക് ഇൻഡിഫറൻസ് ടേം എന്ന് റെഫർ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് ലൈറ്റ് വേവ്സ് തമ്മിൽ സൂപ്പർ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ അതിനേക്കാളും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വേവ് അല്ല ഉണ്ടാവുന്നത്, ബട്ട് ആൻ അൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ്. സോ ഇവിടെ എനർജിയിൽ അല്ലെങ്കിൽ ഇന്റൻസിറ്റിയിൽ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത്. ഒന്നുകൂടെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇന്റൻസിറ്റിയുടെ തന്നെ രണ്ട് കേസസ് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഒരു ഡിപ്പെൻഡന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്, ആംപ്ലിറ്റ്യൂഡ് അതുപോലെ തന്നെ ഫേസ് ഡിഫറൻസ്. സോ ഈ ഫേസ് ഡിഫറൻസ് കോസിന്റെ ടേംസിലായതുകൊണ്ട് അത് നമുക്ക് രണ്ട് കേസസ് ആയിട്ട് നോക്കാം. ഈ കോസിന്റെ വാല്യൂ മാക്സിമം ആവുന്ന കേസ്, കോസിന്റെ വാല്യൂ മിനിമം ആവുന്ന കേസ്. ഇവിടെ കോസിന്റെ വാല്യൂ ഇവിടെ ഫേസ് ഡിഫറൻസിന്റെ വാല്യൂ 0 ആണെന്ന് ഇരിക്കട്ടെ. കോസ് ഡെൽറ്റ എന്ന് പറയുന്നത് കോസ് 0 ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ കോസിന്റെ മാക്സിമം വാല്യൂ ആണ് 1. അത് 0-ലാവാം, അതുപോലെ തന്നെ 2π-ലാവാം, 4π-ലാവാം, 6π അങ്ങനെ പോകും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π. സോ ഡെൽറ്റ എന്ന് പറയുന്നത് 2nπ ആവുന്ന ടേംസിലായി n എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആവാം, 1 ആവാം, 2, 3 അങ്ങനെ എക്സെട്ര. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോസ് ഓഫ് 2nπ എന്ന് പറയുന്നത് ഓൾവേസ് ഈക്വൽ ടു 1 ആയിരിക്കും. സോ ഈ ഒരു കണ്ടീഷനിൽ ഡെൽറ്റ എപ്പോഴാണോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു കമ്പോണന്റ് വേവ്സ് എപ്പോഴാണോ 0, 2π, 4π, 6π അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ 2nπ ആവുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കോസിന്റെ വാല്യൂ ഉണ്ടായിരിക്കും, മാക്സിമം ആയിരിക്കും. സോ നമ്മുടെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഈ ഒരു ടേം ഇക്വേഷൻ വരുന്നതായിരിക്കും I is equal to I1 plus I2 plus 2 root of I1 I2 എന്നായിരിക്കും. ദാറ്റ് ഈസ് കോസ് ഡെൽറ്റ എന്ന് പറയുന്നത് 1 ആവുമ്പോൾ. സോ ഇവിടെ മാക്സിമം ആയിട്ടുള്ള ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സോ മാക്സിമം ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് when the phase difference is of 2nπ. സോ ഇതിൽ സപ്പോസ് I1 is equal to I2 ആണ്. ഇത് രണ്ടിന്റെ ഇന്റൻസിറ്റി അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ദി ടു വേവ്സ് ആർ ഇൻ ഫേസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ I1 I2 is equal to I0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദി ഇക്വേഷൻ വിൽ ചേഞ്ച് into I0 plus I0 plus 2 root of I0 into I0. So I0 square എന്ന് വരും. That is equal to I0 plus I0 plus 2 I0. So sum ചെയ്യുമ്പോൾ 4 I0 എന്ന് വരും. So 4 I0. So ഇവിടെ ഇന്റർഫറൻസ് ഫിനോമിന നടക്കുന്ന സമയത്ത് രണ്ട് വേവ്സ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇന്റൻസിറ്റി 4 I0 ആയിരിക്കും. അതായത് ഇൻഡിവിജ്വൽ ഇന്റൻസിറ്റിയുടെ ജസ്റ്റ് സമ്മ് I0 പ്ലസ് I0 ഏത് വരും? 2 I0 എന്ന് വരും. അതല്ല, അതിൻ്റെ കൂടെ ഡബിൾ ആണ് നമുക്ക് ഇന്റൻസിറ്റിയുടെ ടേം വരുന്നുണ്ടായിരിക്കാം. സോ ഇത്തരത്തിലുള്ള ഇന്റർഫറൻസിന് നമ്മൾ പറയുന്നതാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഇനി
ഇതിപ്പോൾ മാക്സിമം ആയിട്ടുള്ള ഇന്റൻസിറ്റി വരുന്നത്. ഇനി ഒരു കോസ് വാല്യൂ മിനിമം ആയിട്ട് വരുന്നത് ഏതൊക്കെ ടേമിലായിരിക്കും? ഡെൽറ്റ എന്ന് പറയുന്നത് ഓഡ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π ആണെന്നുണ്ടെങ്കിൽ അവിടെ കോസിന്റെ വാല്യൂ ഓൾവേസ് മിനിമം ആയിരിക്കും. സോ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി കമ്പോണന്റ് ബേസ് എന്ന് പറയുന്നത് പൈ, 3π, 5π, 7π അങ്ങനെ ഓഡ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റെപ്രസെന്റ് ചെയ്യാം 2n + 1π എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കോസിന്റെ വാല്യൂ, കോസ് ഡെൽറ്റ എന്ന് പറയുന്ന വാല്യൂ കോസ് പൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? -1 ആണ്. അതുപോലെ തന്നെ കോസ് 3π എന്ന് പറയുന്നത് -1. ദാറ്റ് ഇസ് മിനിമം വാല്യൂ ഓഫ് കോസ്. ദാറ്റ് ഇസ് ദി മിനിമം വാല്യൂ. സോ കോസ് ഓഫ് 2n + 1π എന്ന് പറയുന്നത് -1 തന്നെയായിരിക്കും. സോ നമുക്ക് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ ചേഞ്ച് ചെയ്യും. I is equal to I1 + I2 - 2 root of I1 I2 എന്നായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഇനി സെയിം ആസ് നമ്മൾ ഈ രണ്ട് ഇന്റൻസിറ്റി സെയിം ആണ്, I1 is equal to I2 ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇവർ നമ്മൾ സൂപ്പറിംപോസ്, ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഓഡ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. ദാറ്റ് ഇസ് ഇവിടെ രണ്ട് ഫേസ് എങ്ങനെയായിരിക്കും? കംപ്ലീറ്റ്ലി ഔട്ട് ഫേസ് ആയിരിക്കും. സോ ഇതൊരു ഔട്ട് ഫേസ് കണ്ടീഷൻ ആണ്. ഔട്ട് ഫേസ് കണ്ടീഷൻ ആയിരിക്കുന്ന സമയത്ത് നമ്മളതിനെ I0 എന്ന് റെപ്രസെന്റ് ചെയ്യുക. അത് രണ്ട് ഫേസിന്റെ ഇന്റൻസിറ്റി I0 ആണ്, സെയിം ആണ് എന്നുണ്ടെങ്കിൽ I is equal to I0 + I0 - 2 root of I0 square എന്ന് വരും. That is 2I0 - 2I0 that is equal to 0. സോ ഇവിടെ രണ്ട് വേസ് തമ്മിൽ സൂപ്പറിംപോസ് ചെയ്യുന്ന സമയത്ത് ഫേസ് ഡിഫറൻസ് ഓഡ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള റിസൾട്ടന്റ് intensity will be minimum and that is equal to 0. ഇത്തരത്തിലുള്ളതിനാണ് നമ്മൾ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്ന് പറയാം. ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്. സോ രണ്ട് ബേസ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണോ നടക്കുക, ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണോ നടക്കുക എന്നുള്ളത് അതിൻ്റെ ഫേസിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ നമുക്ക് കിട്ടിയ കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ഡെൽറ്റ ഇസ് ഇക്വൽ ടു 2nπ ആകുമ്പോൾ മാക്സിമം ഇന്റൻസിറ്റിയും ഡെൽറ്റ ഇസ് ഇക്വൽ ടു 2n + 1π ആകുമ്പോൾ മിനിമം ഇന്റൻസിറ്റിയും. സോ ഇവിടെ വേരി ചെയ്യുന്നത് 4I0 0 വരെയാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ഉള്ള ടേംസ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെങ്ങനെയായിരിക്കും ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കാം. സോ ഇതിന് I is equal to I1 + I2 + 2 root of I1 I2 cos delta ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ, ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ വന്നിട്ടുണ്ട്. അതിൽ I1 is equal to I2 is equal to I0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സെയിം ആണ്. അവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന രണ്ട് വേസ് തമ്മിലുള്ള ഇന്റൻസിറ്റി സെയിം ആണെന്നുണ്ടെങ്കിൽ I is equal to I0 + I0 + 2 root of I0 square cos delta എന്ന് വരും. ഇതിൽ ഡെൽറ്റ എന്ന് പറയുന്നത് 2nπ തൊട്ടിട്ട് 2n + 1π വരെ എവിടെയല്ലേ ഇൻ ബിറ്റ്വീൻ ദി പോയിന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് എത്താനുള്ള ആ ഒരു ഇൻ ബിറ്റ്വീനുള്ള പോയിന്റ്സ്. സോ ഇവിടെ 2I0 + 2I0 cos delta എന്ന് വരും. സോ കോമൺ ആയിട്ട് 2I0 എടുക്കുകയാണെങ്കിൽ 1 + cos delta എന്നായിരിക്കും കിട്ടുന്നതായിരിക്കും. സോ നമുക്കറിയാം 1 + cos theta is equal to 2 cos square theta by 2 ആണ്. ഈ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് ദിസ് ഇക്വേഷൻ വിൽ ചേഞ്ച് ഇൻടു 2I0 into 2 cos square delta by 2. That is 4I0 cos square delta by 2. ഇതായിരിക്കും അവിടെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി വരുന്നുണ്ടായിരിക്കാം. സോ മാക്സിമം ആയിട്ടുള്ള ഇന്റൻസിറ്റി വാല്യൂ 4I0 മിനിമം ആയിട്ടുള്ള വാല്യൂ 0 ആയിരിക്കും. In between the maximum and minima, the resultant intensity will be 4I0 cos square theta by 2. അവിടെ ആ ഒരു പൊസിഷനിൽ എന്തായിരിക്കും ഇന്റൻസിറ്റി വരിക എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി ഫേസ് ഡിഫറൻസ് ഡെൽറ്റ.
സോ ഓരോ തവണയും ആ ഒരു ഡെൽറ്റ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യും. സോ നമുക്ക് പറയാം ഇന്റൻസിറ്റി വേരീസ് അലോങ് ദി സ്ക്രീൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലോ ഓഫ് കൊസൈൻ സ്ക്വയർ. സോ ഇതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന മാക്സിമം, ഇൻ ബിറ്റ്വീൻ ആൻഡ് ദി മിനിമം. സോ എങ്ങനെയാണ് ഫേസ് ആംഗിളിനനുസരിച്ച് ഇന്റൻസിറ്റി വേരി ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസിൽ ഫേസ് ആംഗിൾ എടുക്കാം ഫസ്റ്റ്. സോ ഇവിടെയാണ് ഫേസ് ആംഗിൾ. സെന്ററിൽ 0, പൈ, 2 പൈ, 3 പൈ, 4 പൈ അങ്ങനെ എടുത്തു. ഇതിനിവിടെ മൈനസ് പൈ, -2 പൈ, -3 പൈ, -4 പൈ ഇങ്ങനെ എടുത്തു. സോ അലോങ് ദി ഹൊറിസോണ്ടൽ ആക്സിസ് നമ്മൾ ഫേസ് ആംഗിൾ എടുത്തു. ദെൻ അലോങ് ദി വെർട്ടിക്കൽ ആക്സിസ് നമ്മൾ ഇന്റൻസിറ്റി ആണ് എടുക്കുന്നത്. സോ അറ്റ് 0 ഫേസ് ആംഗിൾ എന്തായിരിക്കും, ഇന്റൻസിറ്റി വിൽ ബി ദി മാക്സിമം. സോ ഇവിടെയാണ് 4I0 വരുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും 0 എന്ന് പറയുന്ന ഫേസ് ആംഗിളിൽ, ഫേസ് ഡിഫറൻസിൽ ഇന്റൻസിറ്റി ഉണ്ടായിരിക്കാം. ഇതിനടുത്തത് പൈയിൽ എത്തുന്ന സമയത്ത് പൈ ഇസ് എൻ ഓഡ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ. സോ നമുക്ക് എന്താ പറയാ, അവിടെ മിനിമം ആണ് വരുന്നത്. സോ മാക്സിമത്തിൽ നിന്ന് മിനിമത്തിൽ എത്തി. ഇതിന് അവിടുന്ന് 2 പൈ എന്ന് പറയുന്ന സമയത്ത് അവിടെ കോസ് 2 പൈ എന്ന് പറയുന്നത് മാക്സിമം ആണ്. സോ അവിടെ ഇന്റൻസിറ്റി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. സോ ഈ മിനിമം വാല്യൂ നിന്ന് 2 പൈ എത്തുമ്പോൾ മാക്സിമം ആയി. ദെൻ 3 പൈ എത്തുമ്പോൾ മിനിമം ആയിരിക്കും. സോ മിനിമം. ദെൻ 4 പൈ എത്തുമ്പോൾ മാക്സിമം, മിനിമം അങ്ങനെ പോകും. അതുപോലെ തന്നെ ഇവിടെ -π എത്തുന്ന സമയത്ത് മിനിമം ആയിരിക്കും. ദെൻ -2 പൈ എത്തുമ്പോൾ മാക്സിമം, 3 പൈ എത്തുമ്പോൾ മിനിമം, ദെൻ മാക്സിമം ഇങ്ങനെ. സോ ഇങ്ങനെ ഒരു വേരിയേഷൻ ആയിരിക്കും ഇന്റൻസിറ്റിക്ക് ഉണ്ടായിരിക്കുക. സോ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്തിനു വെച്ചിട്ടാണ്, ഇന്റൻസിറ്റി വേഴ്സസ് ഫേസ് ആംഗിൾ. നമ്മൾ ഇതിനെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് അല്ലെങ്കിൽ എനർജി ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയും. സോ രണ്ട് വേഴ്സ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടെ എനർജിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരുന്നതായിരിക്കുക. ഇവിടെ മാക്സിമം ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 4I0, മിനിമം ആയിട്ടുള്ള വാല്യൂ 0 ആണ്. സോ നമ്മൾ ഇതിന്റെ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് ആവറേജ് എടുക്കുകയാണ്, ആവറേജ് ഇന്റൻസിറ്റി എടുക്കുകയാണെങ്കിൽ മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് ഇസ് 4I0/2, ദാറ്റ് ഇസ് 2I0. സോ ഇവിടെ ആവറേജ് ആയിട്ടുള്ള ഇന്റൻസിറ്റി വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2I0 ആയിരിക്കും. സോ രണ്ട് വേഴ്സ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടെ ആവറേജ് വാല്യൂ വരുന്നത് 2I0 ആണ്. അതുപോലെ തന്നെ ഒരു വേവിന്റെ ഇന്റൻസിറ്റി I0 ആണ്, സെക്കൻഡ് വേവിന്റെ സെയിം I0 തന്നെയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നുണ്ടായിരിക്കും, 2I0. സോ അവിടെ രണ്ട് വേവ്സ് തമ്മിലുള്ള ഇന്റൻസിറ്റി ആഡ് ചെയ്യുമ്പോൾ 2I0 തന്നെയാണ് ഇന്റൻസിറ്റി വരുന്നത്. ഇവിടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്സ് ആൻഡ് ഡൗൺസ് ക്രിയേറ്റ് ആവുന്നു. അതായത് അവിടെ എനർജി ഡിസ്ട്രിബ്യൂഷനിലാണ് വേരിയേഷൻ വരുന്നത്. സോ ബിഫോർ ദ സൂപ്പർപൊസിഷൻ the total intensity of waves എന്ന് പറയുന്നത് is proportional to 2I0. But during the interference, energy is only transferred from the points of minimum intensity to the maximum intensity. So ഇവിടെ ആവറേജ് എടുക്കുമ്പോൾ 2I0 തന്നെയാണ് വരുന്നത്. ഏതാണോ രണ്ട് വേവ്സ് ഒന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്റൻസിറ്റി സം ചെയ്തിട്ട് 2I0 തന്നെയാണ് വരുന്നത്. ഇവിടെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാത്രം മാക്സിമത്തിൽ നിന്ന് മിനിമം ആയിരിക്കുന്നുള്ളൂ. സോ ഇങ്ങനെയാണ് ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനന് നമ്മൾ എനർജി ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യാം, when two or more waves are superimposed, the redistribution of light energy takes place. This modification in the distribution of light energy due to the superposition of two or more waves is called interference. So രണ്ട് waves നമ്മൾ superimpose ചെയ്യുന്ന സമയത്ത് അവിടെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജിയാണ് സംഭവിക്കുന്നത്. അത് ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്.